നിർണായക നിമിഷങ്ങളിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ നേതാവെന്ന് പലയാവർത്തി ലോകം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു യുദ്ധമുഖത്ത് ഇന്ത്യ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ദേശാഭിമാനം ഒന്നാകെ ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയെ തിരുത്താൻ ചങ്കൂറ്റം കാണിച്ച രാഹുൽ ഗാന്ധി സത്യത്തിൽ ശ്രദ്ധേയനാവുകയാണ്. ഖാർഗെയുടെ പ്രായവും പക്വതയും രാഷ്ട്രീയ രംഗത്തെ പരിണത പ്രജ്ഞയുമെല്ലാം ഒരു ഭാഗത്തു നിൽക്കുമ്പോഴും കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രസ്താവന അസ്ഥാനത്തും അസമയത്തുമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു. ഖാർഗെ പറഞ്ഞത് എന്താണ്? ഇന്റലിജൻസ് റിപ്പോർട്ട് 3 ദിവസം മുന്നേ കിട്ടി. ജമ്മു കശ്മീരിലേക്കുള്ള യാത്ര നരേന്ദ്രമോദി മാറ്റിവെച്ചു. എന്നിട്ടും പഹൽഗാമിലെ ഭീകരവാദത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെയും സൈന്യത്തിന്റെയും ഭാഗത്ത് നിന്ന് നടന്നില്ല എന്ന നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് മല്ലികാർജുന ഖാർഗെ നടത്തിയത്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസ്താവന അസമയത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ധീരദേശാഭിമാനത്തിന്റെ മറ്റൊരു ഘട്ടത്തിലെ പ്രതീകമായി ശ്രീ രാഹുൽ ഗാന്ധി മാറിയിരിക്കുകയാണ്. സത്യത്തിൽ രാഹുൽ ഗാന്ധിയാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ വിമർശകൻ. ഈ സർക്കാരിനെയും BJP-യെയും അവരുടെ മതാന്ധത ബാധിച്ച നിലപാടുകളെയും തുടർച്ചയായി വിമർശിക്കുക വഴി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും രാഷ്ട്രീയ ഹിറ്റ് ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയാണ്. പക്ഷേ ഒരു രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സന്ദർഭത്തിൽ രാഷ്ട്രീയം സംസാരിക്കുന്നതിന് പകരം രാഷ്ട്രത്തെ പിന്തുണയ്ക്കുക എന്ന് പറയുന്ന എക്കാലത്തെയും രാഷ്ട്രീയ ബോധം അത് രാഹുൽ ഗാന്ധി കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്നേ വരെ പോകാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കടന്നു ചെല്ലാനും പ്രധാനമന്ത്രിയുമായി വിഷയങ്ങൾ ചർച്ച ചെയ്യാനും CBI ഡയറക്ടറുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ പ്രതിരോധ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച നടത്താനും രാഹുൽ ഗാന്ധി തയ്യാറായി. ഒരുപക്ഷെ മീഡിയ ഗ്രാമത്തിൽ ആ വാർത്ത നൽകിയപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആ വാർത്ത കാണുകയും അനുകൂലമായ കമന്റുകൾ നൽകുകയും ചെയ്യുന്ന കാഴ്ച വളരെ സന്തോഷമുളവാക്കുന്നതാണ്. ഇവിടെ രാഹുൽ ഗാന്ധിയെ പോലെ ഇന്ത്യ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്ന ഒരു നേതാവ്, അത് രാഷ്ട്രീയത്തിനപ്പുറമാണ്. ഇന്ത്യയാകെ ഇപ്പോൾ ചിന്തിക്കുന്നത് താൻ കോൺഗ്രസ് ആണോ BJP ആണോ യുദ്ധം നയിക്കുന്നത് BJP ഗവൺമെന്റ് ആണോ എന്നൊന്നുമല്ല. മറിച്ച് ഇന്ത്യയാകെ ഒറ്റക്കെട്ടായി പൊതുശത്രുവിനെതിരെ നിലനിൽക്കേണ്ട ഒരു ഘട്ടത്തിൽ അനാവശ്യമായ പ്രസ്താവനകൾ നടത്തുന്നത് ഒരു ദേശത്തിന് നല്ലതല്ല, ആ ദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും നല്ലതല്ല എന്ന രീതിയിൽ തന്നെയാണ് പരിണതപ്രജ്ഞനായ മല്ലികാർജുൻ ഖാർഗെയെ തള്ളാൻ രാഹുൽ ഗാന്ധി തയ്യാറായിരിക്കുന്നത്. തീർച്ചയായും ഇന്ത്യയുടെ യുദ്ധമുഖത്തെ ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് യുദ്ധം നിരവധി നടത്തി പരിചയവും പാരമ്പര്യവുമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ സർക്കാരിനെയും കരവ്യോമ നാവികസേനകളെയും പിന്തുണയ്ക്കുന്ന വാർത്തകൾ കൂടുതൽ അഭിമാനവും ആത്മഹർഷവും നൽകുന്നതാണ്. ആ രീതിയിലേക്ക് ഉയരാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യ എല്ലാ കാലത്തും എക്കാലത്തും ഓർമ്മിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പഹൽഗാമിലെ സിന്ദൂരം മായ്ച്ചവർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ അത് വിജയിപ്പിക്കുക എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയാകെ മുഖം ഉയർത്തി നിൽക്കുമ്പോൾ അതിനനുകൂലമായി സല്യൂട്ട് ചെയ്യാൻ രാഹുൽ ഗാന്ധിയും ഇന്റർനാഷണൽ കോൺഗ്രസും തയ്യാറായി എന്ന് പറയുന്നത് തീർത്തും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. എവിടെയെങ്കിലും തെറ്റുപറ്റിയാൽ അത് പ്രസിഡന്റ് ആണെങ്കിലും തിരുത്താൻ മുന്നോട്ട് വന്ന രാഹുൽ ഗാന്ധിയുടെ മാനസിക വലിപ്പവും ഈ രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്.